ഹലോ ഗായ്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ഷെൻഫിൽ 444. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഒരു മൈനിങ് ഏരിയയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗോ ആൻഡ് റോഡ് ടു 350 സബ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഈ സ്കെൽറ്റൻ ഫാമും കാര്യമൊക്കെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ശേഷം ഞാനിവിടെ അത്യാവശ്യം വന്ന് എഫ്കെയും കാര്യമൊക്കെ തന്നെ നിൽക്കലുണ്ടായിരുന്നു. നമുക്ക് അത്യാവശ്യം തോന്നില്ലായിരുന്നു കാര്യമൊക്കെ അതിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇപ്പം തന്നെ കണ്ടില്ലേ, ഇങ്ങനെ 15 ലെവൽ ആയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നമുക്ക് ബോൺസും പിന്നെ അത്യാവശ്യം ആരോസും കാര്യമൊക്കെ തന്നെ ഇത് നോക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഇപ്പോൾ ഒരു വഴി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ അടിയിൽ വെച്ചിട്ട് ഗ്രാനൈറ്റാണ്, പിന്നെ ഗ്രാനൈറ്റിൻ്റെ സ്റ്റേഴ്സാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ ഓക്ക് സ്ട്രിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഡീപ് സ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേണ്ടി ഡീപ് സ്ലേറ്റ് തീർന്നുകൊണ്ട് നിർത്തി. ഇത് നമ്മുടെ മുകളിൽ ഇങ്ങനൊരു ഷേപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനൊരു ഷേപ്പാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ നമ്മൾ ആർബറും കാര്യമൊക്കെ തന്നെ വീണ്ടും പോയിരുന്നു കഴിഞ്ഞ എപ്പിസോഡ് എടുത്തതിൻ്റെ ശേഷം. പിന്നെ ഇന്ന് ഗ്രൈൻഡ് ചെയ്തു എൻ്റെ പുതിയ സിൽടെക്റ്റ് പിക്കാക്സ്, എൻ്റെ പുതിയ സോഡ്. കാരണം ഇതിൽ സ്മൈറ്റ് 4 ആണ്, ഷാർപ്നെസ് 4 കിട്ടിയായിരുന്നു, പക്ഷേ ഇത് ഒന്ന് ചത്തപ്പ് പോയി. പിന്നെ ഇതാണ് നമ്മുടെ പുതിയ സ്റ്റോറേജ് ഏരിയയുടെ തുടക്കം. ഇതാണ് നമ്മുടെ സ്റ്റോറേജ് ഏരിയൻ്റെ പുതിയ തുടക്കം. ഇങ്ങനെ ഞാൻ കാണിച്ചത് ക്രീപ്പറെല്ലാം പൊട്ടി തെറിച്ചപ്പോൾ തീരും. ജസ്റ്റ് ഉണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് ഞാൻ നെതർ പോർട്ടൽ സെറ്റ് ചെയ്യാനാണ് ഇപ്പോൾ പ്ലാൻ. ഒന്ന് സെറ്റ് ആക്കണം. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇതാണ് എൻ്റെ സ്റ്റോറേജ് ഏരിയ എന്ന് പറയുന്നില്ല. ഇതിൻ്റെ അടിയിൽ പിന്നെ വേറൊരു ലാഡർ വരും, അവിടെ ആയിട്ടാണ് എൻ്റെ സ്റ്റോറേജ് ഏരിയ. ഇത് വർക്കിംഗ് പ്രോഗ്രസ് ആണ്. ഇതിൻ്റെ ഇതിൽ ഇത്ര സാധനമൊക്കെ ഉണ്ട്. അതിൻ്റെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളൊരു മൈനിങ് ഏരിയ സെറ്റ് ആക്കാൻ പോകുന്നത്. നമ്മുടെ സെക്കൻഡ് ബേസ്, ഫസ്റ്റ് ബേസിലൊരു മൈനിങ് ഏരിയ ഉണ്ട്. എനിക്ക് ഇവിടെ ആയിട്ട് ഒരു മൈനിങ് ഏരിയ സെറ്റ് ചെയ്താൽ തോന്നുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു റോക്ക് പോലെ സെറ്റ് ചെയ്തിട്ട് അതിന് മുകളിൽ ഒരു ചെറിയ സാധനം ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം സ്റ്റോണിൻ്റെ ആവശ്യമൊക്കെ ഉണ്ട്. വൈദ്യുതി നമ്മുടെ കയ്യിൽ 10 സ്റ്റോൺ ഉണ്ട്. വലിയ കാര്യമുള്ള 10 സ്റ്റോൺ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഡെഞ്ചർ ചെസ്റ്റിൽ ഞാൻ കാണിച്ചിട്ട് കുറച്ച് സാധനങ്ങളുണ്ട് ആണ് തോന്നണേ. പിന്നെ ഒരു സാധനം കൂടി ചെയ്യാണ്ട് ഗൈസ്, ഞാൻ വീട്ടിൽ പോണതിൻ്റെ ഇതായി പറഞ്ഞുതരാം. ആദ്യം നമുക്കത് ചെയ്യാം, എന്നിട്ട് പോലെ ബാക്കിയുള്ള പണിയൊക്കെ. ഞാൻ പിന്നെ നമ്മളെ ഈ വീട്ടിൽ ചെറിയൊരു ബാൽക്കണി കാര്യമൊക്കെ തന്നെ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിൽ ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് കാണിച്ചു നിന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്തായാലും എനിക്കവിടെ തുടങ്ങട്ടെ ഗൈസ്. ഇവിടെ നിന്നിട്ട് വ്യൂ ഒക്കെ ആസ്വദിക്കാം. ഇതേ വിദൂരതയിലൊരു സോംബി കത്തിപ്പോകുന്നില്ല കണ്ട്. നമുക്ക് സ്പൈ ഗ്ലാസ് ഒക്കെ വെച്ച് നോക്കാം. എന്താ വ്യൂ. എന്തായാലും നമുക്ക് അടിയിൽ ഇറങ്ങാം. ഞാൻ സ്റ്റോൺ കളക്ടിങ്ങിൻ്റെ പണി നോക്കട്ടെ. നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇതാക്കാം. കുറച്ച് മാംഗ്രോവിൻ്റെ പെട്ടിക്കകത്ത് കാണണമെന്നാണ് എൻ്റെ ഒരു ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ എൻ്റെ പുതിയ കുതിര ഇതിന് മിക്കവാറും സ്നോയിന്ന് പേരിടും. പിന്നെ നമ്മുടെ മറ്റേ വയസ്സിൽ വേറൊരു കുതിര ഉണ്ടായിരുന്നു, ബ്ലാക്ക് ചെയ്തും പേരിടും. കിട്ടണം. നമ്മളെ സ്പെഷ്യൽ സംഭവം പറഞ്ഞില്ലല്ലോ. ആദ്യം അത് ഞാനൊരു സാധനം ചെയ്യട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. ഇവിടെ ആയിട്ടൊക്കെ ചെയ്യുക. അവിടെ ആയിട്ടൊരു സാധനം ഉണ്ടാക്കട്ടെ. ഇത് ഒക്കെ 300 നമ്മൾ സബ്സ്ക്രൈബേഴ്സ് അടിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്പെഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് 300 പോലെ തന്നെ ഇല്ലേ. ഉണ്ട് 300 പോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഒരു മിനിറ്റ്, നമ്മൾ 300 സബ്സ്ക്രൈബേഴ്സ് ഫാമിലി കംപ്ലീറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ റോഡ് ടു 350 സബ്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബാക്കി ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഗൈസ്, നമുക്ക് കുറച്ച് സ്റ്റോൺ വേണം. സ്റ്റോൺ ഏതായാലും നമ്മൾ ഇവിടുത്തെ ഈ മൈന് ചെറിയൊരു ഞാൻ അവിടെ കുഴിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് സ്റ്റോൺ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ബാക്കി സ്റ്റോൺ ഇവിടെ നിന്ന് അടിച്ച് മാറ്റാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് സ്റ്റോൺ അടിച്ച് മാറ്റാം. ഞാൻ എന്നും വീഡിയോ റെക്കോർഡ് ചെയ്യാൻ കയറിയാണ്. എൻ്റെ വീട്ടിലത്തെ കാക്കൊക്കെ പ്രത്യേക ഒരു സ്വഭാവമാണ്. എന്താണെന്ന് എനിക്കറിയില്ല. നമുക്ക് തുടങ്ങാം. എങ്ങനെ ഇപ്പോൾ തുടങ്ങുക? ഞാൻ കുറച്ചൊന്ന് ബിൽഡ് ചെയ്തിട്ടുണ്ട്. കാണിക്കൊക്കെ ഒരു ഐഡിയ ഒന്നും കിട്ടിയിട്ടില്ല. എന്തെങ്കിലും ചെയ്യണം എന്നാണ് ഇപ്പോൾ പ്ലാൻ. ഒക്കെ ചെയ്യട്ടെ.
അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ സെറ്റ് ചെയ്തു ഒരു റോക്ക് പോലെ ഇതാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ചെറിയൊരു വീട് ഇരിക്കണ പോലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡ് നോക്കുമ്പോൾ ഇതേ ലുക്ക് ഉണ്ട്, ബാക്ക് നിന്ന് ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഒരേ ലുക്ക് ഉണ്ട്. അതിനൊന്നും ഒരു കോംപ്രമൈസ് ഇല്ല. പിന്നെ ഇതിൻ്റെ മാംഗ്രോവ് കുറച്ച് തീർന്നു ഈ ലാസ്റ്റ് ഭാഗത്തേക്ക്. അപ്പോൾ മാംഗ്രോവ് തീർന്നു അപ്പോൾ അവിടെ ലീഫ് വെച്ചിട്ടാണ് അടച്ചിട്ടുള്ളത്. ഇനി മാംഗ്രോവ് ഇല്ല എൻ്റെ കയ്യിൽ, ഒക്കെ ഒന്ന് എടുക്കണം പറ്റും. ഇവിടെ ഒന്നും വലിയ ബോറിങ് ഇല്ല. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. ഒരു ഇതാക്കിയിട്ട് ചെയ്തിരിക്കണേ. ഇതാണ് പിന്നെ ഇതിന് ഇന്ത്യയിൽ നമ്മളിവിടെ നമ്മളെ സ്റ്റോറേജ് ഏരിയ ഉണ്ടായിരുന്ന 2 ഡയമണ്ട് ഡോറ് കാണുന്നു. പിന്നെ നമ്മൾ കോഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ റെഡ് സ്റ്റോൺ, കോപ്പർ എല്ലാ ചതനം പെറുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു വ്യൂ കാണിച്ചു തരാൻ പറ്റിയ സ്ഥലം നമ്മൾ വീടിൻ്റെ മുകളിലുണ്ട്. നമ്മളെ ബാൽക്കണി അടുക്കുക. എവിടെ നേരെ പോവുക. ഇതാണ് നമ്മുടെ മീറ്റിംഗ് ഏരിയ. അത്യാവശ്യം രസമുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം. പിന്നെ അപ്പോൾ റോഡ് ടു 350 സബ് ഒച്ചടാ ആട് മരിച്ചു അല്ലേ കണ്ട് സാല്യം പോകണം പോട്ടെ. അപ്പോൾ റോഡ് ടു 350 സബ്ബാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ നല്ല കണ്ടന്റ് വീഡിയോസിനായി നമ്മുടെ ചാനലും ഉറപ്പായി തന്നെ ഒന്ന് ഷെയറും സേവ് എന്തെങ്കിലും ചെയ്ത് വെച്ചിടേ. നമുക്ക് നമ്മൾ ഓർമ്മിച്ചാൽ മതി. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.